ഹേ എവ്രി വൺ. അപ്പോൾ ISL തുടങ്ങാൻ പോവുക. ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സിൽ കുറേ ചേഞ്ചസ് ഈ ഒരു സീസൺ തുടങ്ങുന്നതിന് മുന്നേ നടന്നു. അതായത് ആ ഒരു ജാനുവരിയിൽ മാത്രമായിട്ട് നടന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന് മുഴുവൻ ഫോറിൻ പ്ലേയേഴ്സും, അതായത് കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന മുഴുവൻ ഫോറിൻ പ്ലേയേഴ്സും ഇപ്പോൾ കൂടെയല്ല. അഡ്രിയാൻ ലൂണ ലോണിൽ പോയി, നോവ ലോണിൽ പോയി, ആൻഡ് ബാക്കി ഉണ്ടായിരുന്ന ഫോറിൻ പ്ലേയേഴ്സുമായിട്ട് കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തു. കൂടാതെ 5 പുതിയ ഫോറിൻ പ്ലേയേഴ്സിനെ, അതായത് ലോ മാർക്കറ്റ് വാല്യൂ ഫോറിൻ പ്ലേയേഴ്സിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തു. അതേപോലെ നമ്മുടെ ഐമൻ പോയി, അസർ പോയി, നോറ പോയി, അങ്ങനെ പല ചേഞ്ചസും ഇവിടെ നടന്നിട്ടുണ്ട്. ആൻഡ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ISL തുടങ്ങുന്നതിന് 3 ദിവസം മുന്നുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സ്ക്വാഡിനൊന്ന് അനലൈസ് ചെയ്യാം. ആ ഒരു ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു GK മുതൽ CF വരെ എത്രത്തോളം സ്ട്രെങ്ത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ആൻഡ് ലെറ്റ് സ്റ്റാർട്ട്. കറൻ്റ്ലി നമുക്ക് നമ്മുടെ സ്ക്വാഡ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. സോ നമുക്ക് ഓരോരുത്തരായിട്ട് നോക്കാം. GK പൊസിഷനിൽ നമുക്കിപ്പോൾ 2 ഓപ്ഷൻസ് ഉണ്ട്. സച്ചിൻ സുരേഷും അർഷയ്ക്ക് എന്ന് പറഞ്ഞ ATK, ഐ മീൻ സോറി, മോഹൻ ബഗാൻ എന്ന് വന്ന അർഷയ്ക്കും. സോ ഈ ഒരു 2 ഓപ്ഷൻസ് ആണ് നമുക്കിപ്പോൾ ഉള്ളത്. ആൻഡ് ഐ ബിലീവ് നമ്മുടെ റിസർവ് ടീമിൽ നിന്ന് ഒരു പ്ലെയറും കൂടി വന്ന് 3 GK ക്വാട്ട ഫില്ല് ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. സോ നമ്മൾ സച്ചിൻ്റെ സ്റ്റാറ്റിലോട്ട് പോയാൽ, സച്ചിൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് ഒരു പുതിയ മുഖമല്ല. ബട്ട് പല അഭിപ്രായങ്ങളാണ് ഉള്ളത് സച്ചിനെ കുറിച്ചിട്ട്. സോ മോസ്റ്റ് പ്രോബബ്ലി സച്ചിൻ തന്നെയായിരിക്കാം നമ്മുടെ ഈ ഒരു സീസണിലെ മെയിൻ ഗോൾ കീപ്പർ എന്ന് പറയുന്നത്. സോ സച്ചിൻ്റെ ഹിസ്റ്ററി, കരിയർ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ കേരളം മോസ്റ്റ്ലി കേരളത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് സച്ചിൻ കരിയർ വളർത്തിയെടുത്തത്. ഒരു 2020-21 സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിലോട്ട് വരുന്ന 21-22 സീസണിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മെയിൻ ടീമിലോട്ട് പ്രൊമോട്ട് ആവുന്നു. ആൻഡ് നമ്മൾ ഓൾ സ്റ്റാറ്റ് എടുത്ത് നോക്കിയാൽ സച്ചിൻ ടോട്ടല് കളിച്ചിട്ടുള്ള കരിയറിൽ ടോട്ടൽ കളിച്ചിട്ടുള്ള 56 മാച്ചസ് ആണ്. സോ അതൊരു ഗുഡ് മാച്ച് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് ആ ഒരു 56 മാച്ചിൽ സച്ചിൻ 67 ഗോൾ വാങ്ങിയിട്ടുണ്ട്. അതേപോലെ 20 ക്ലീൻ ഷീറ്റും സച്ചിന് കിട്ടിയിട്ടുണ്ട്. സോ ഒരു ഓക്കേഷ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ആവറേജ് ലെവലിലുള്ള ഗോൾ കീപ്പറാണ് സച്ചിൻ. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല ഈ സീസണിൽ എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. ലെറ്റ് സി എന്താ സംഭവിക്കാന്ന്. ഇനി നമുക്ക് രണ്ടാമതുള്ള ഗോൾ കീപ്പർ എന്ന് പറയുന്നത് അർഷയ്ക്കാണ്. സോ അർഷിന്റെ കരിയർ ഹിസ്റ്ററിയിലോട്ട് പോയി കഴിഞ്ഞാൽ ATK, മോഹൻ ബഗാൻ, കേരള ബ്ലാസ്റ്റേഴ്സ്, ഈ 3 ക്ലബിനാണ് കളിച്ചിട്ടുള്ളത്. അതായത് ATK മോഹൻ ബഗാൻ ഇപ്പോൾ സെയിം ക്ലബ് അല്ല. ഇവൻ ദോ ഓണർ മെർജിങ് ഒക്കെ നടത്തിയെങ്കിലും ബോത്ത് ആർ ഡിഫറെൻറ്റ്. സോ 3 ക്ലബിന് വേണ്ടിയിട്ടാണ് അർഷ് കളിച്ചിട്ടുള്ളത്. ആൻഡ് 2025-26 സീസണിലോട്ടാണ് മോഹൻ ബഗാനിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിലോട്ട് ഹർഷ് വന്നിട്ടുള്ളത്. സോ ഒരു സ്റ്റാറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നോക്കാം, എന്താണ് സ്റ്റാറ്റ് നോക്കാം. ഓക്കെ, സോ കരിയറിൽ ടോട്ടൽ 12 മാച്ചാണ് അർഷ് കളിച്ചിട്ടുള്ളത്. അതിൽ 12 ഗോൾ കൺസീഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ 5 ക്ലീൻ ഷീറ്റാണ് അർഷിനുള്ളത്. ആൻഡ് നാഷണൽ ടീമിലോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യയുടെ അണ്ടർ-23 ഒരു അപ്പിയറൻസ് ഉണ്ട്. സോ യാ, ഓക്കേഷ്, ഒരു ഡെവലപ്പിംഗ് ഗോൾ കീപ്പറായിട്ട് നമുക്ക് അർഷയ്ക്കിനെ കാണാം. സോ ഡെഫിനറ്റ്ലി ഇവർ രണ്ടുപേരും കമ്പയർ ചെയ്യുമ്പോൾ മോസ്റ്റ് പ്രോബബ്ലി സച്ചിൻ തന്നെയാണ്. ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോഴും സച്ചിൻ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ ഗോൾ കീപ്പർ ആവാനുള്ള സാധ്യത കൂടുതൽ. ആൻഡ് ഇനി വരുന്നത് നമുക്ക് ഡിഫൻസിലോട്ട് പോയി കഴിഞ്ഞാൽ, ഡിഫൻസിൽ ജഗന്നാഥ് ജയൻ, ബികാഷിയാനം, ഹോർമിപ്പാം, പിന്നെ ഫോറിൻ പ്ലെയർ ഒമർ ബാ, സുമിത് ശർമ്മ, ഇത്രയും പേരാണ് സെൻറ്റർ ഡിഫൻസ് ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത്. ആൻഡ് ജഗന്നാഥ് ജയൻ്റെ കേസിലോട്ട് പോയി കഴിഞ്ഞാൽ, ജഗന്നാഥ് ജയൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് പ്ലെയർ ആണ്. സോ നമ്മൾ ഹിസ്റ്ററിയിലോട്ട് പോയി കഴിഞ്ഞാൽ സച്ചിനെ പോലെ തന്നെ എന്താ പറയണ്ടത്, നമ്മളെ ഈ ഒരു കേരളത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണുള്ളത്. സോ ഈ ഒരു 2025-26 സീസണിൽ കാലിക്കറ്റ് FCക്ക് വേണ്ടിയിട്ട് ബൂട്ടണിട്ടിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ തിരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലോട്ട് തിരിച്ചു വന്നു. സോ ആൻഡ് സീനിയർ ടീമിലോട്ട് പ്രൊമോട്ട് ആവുകയും ചെയ്തു. സോ ദാറ്റ്സ് എ ഗുഡ് സൈൻ. കാരണം നമ്മൾ അന്നായാലും ഇന്നായാലും എപ്പോഴും യങ് ടാലൻസിനെ വളർത്താനുള്ള ഒരു ത്വര നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. സോ സ്റ്റാറ്റ്സിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കരിയറിൽ ടോട്ടൽ 11 മാച്ച് കളിച്ചിട്ടുണ്ട്. ഗോൾ കോൺട്രിബ്യൂഷൻ ഒന്നും ഇല്ല, ഡിഫൻഡറാണ്. ഓക്കെ, യാ, ഇറ്റ്സ് ഓക്കെ. 2 യെല്ലോ കാർഡും കിട്ടിയിട്ടുണ്ട്. ആൻഡ് അതാണ് ജഗന്നാഥിനെ പറ്റി പറയാനുള്ളത്. ഇനി നമ്മളെ മെയിൻ 2 സെൻറ്റർ ബാക്ക് എന്ന് പറയുന്നത്, ഇന്ത്യൻ സെൻറ്റർ ബാക്ക് എന്ന് പറയുന്നത് ബികാഷും ഹോർമിപ്പാമുമാണ്. സോ ബികാഷിൻ്റെ
കേസിലോട്ട് പോയി കഴിഞ്ഞാൽ സോ ബികാഷിന്റെ കരിയർ കാണുന്നത് ഇങ്ങനെയാണ്. സോ ബികാഷിന് മെയിൻ ആയിട്ട് പറയാനുള്ളത് 19-20 സീസണിലോട്ട് ഇന്ത്യൻ ആരോസിലോട്ട് പോയി. അത് കഴിഞ്ഞ സീസണിലോട്ട് പഞ്ചാബ് എഫ്സിയിലോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ചെന്നൈയിലോട്ട് വന്നു. ചെന്നൈയിൽ നിന്ന് നേരെ കേരള ബ്ലാസ്റ്റേഴ്സിലോട്ട് വന്നു. സോ ദാറ്റ്സ് എ ഗുഡ് സ്റ്റാറ്റ് ആണ്. ആൻഡ് ബികാഷ് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഫൻഡർ തന്നെയാണ്. സോ ബികാഷിന്റെ കേസിൽ ബികാഷ് ടോട്ടൽ 78 മാച്ച് ആണ് കരിയറിൽ കളിച്ചിട്ടുള്ളത്. അതിൽ ഗോൾ കോൺട്രിബ്യൂഷൻ 4 ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ട്, 2 ഗോൾ 2 അസിസ്റ്റും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, 12 യെല്ലോ കാർഡും ഉണ്ട്. ആൻഡ് നാഷണൽ ടീമിലോട്ട് പോയി കഴിഞ്ഞാൽ നാഷണൽ ടീമിൽ ഇന്ത്യ അണ്ടർ 23, ഇന്ത്യ അണ്ടർ 20, ഇന്ത്യ അണ്ടർ 19, അണ്ടർ 16 വേണ്ടിയിട്ട് ബൂട്ട് കിട്ടിയിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ബികാസ്. ആൻഡ് അവർ ഫേവറേറ്റ് ഹോർമിപ്പം 2020-21 ഒരു സീസണിൽ കളി കണ്ടവർക്കൊന്നും മറക്കാൻ പറ്റാത്ത ഒരു പ്ലെയർ ആണ് ഹോർമിപ്പം. സോ ഇപ്പോഴും ഞാൻ സ്റ്റിൽ വെയിറ്റിംഗ് ആണ് ആ ഒരു ഹോർമിപ്പാമിനെ തിരിച്ചു കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഹോർമിപ്പാമിന്റെ കരിയർ എടുത്ത് നോക്കിയാൽ മെയിൻ ആയിട്ട് പറയേണ്ടത് 19-20 സീസണിൽ ഇന്ത്യൻ ആരോസിന് വേണ്ടി ബൂട്ട് കളിച്ചു. പിന്നെ ഈ 20-21 സീസണിൽ പഞ്ചാബിന് വേണ്ടിയിട്ട്, 21-22 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിലോട്ട് വന്നു. ആൻഡ് സ്റ്റാറ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരുപാട് മാച്ച് കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ് ഹോർമിപ്പാം എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം കരിയറിൽ ടോട്ടൽ 106 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ആൻഡ് 1 അസിസ്റ്റും ഉണ്ടായിട്ടുണ്ട്. അതേപോലെ എടുത്ത് പറയേണ്ടത് 21 യെല്ലോ കാർഡും കിട്ടിയിട്ടുണ്ട്, 2 റെഡ് കാർഡും കിട്ടിയിട്ടുണ്ട്. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് ബാഡ്. പിന്നെ നാഷണൽ കരിയറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ഒരു അപ്പിയറൻസ് ഉണ്ട് ആൻഡ് അണ്ടർ 23ക്കും അണ്ടർ 19നും വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഹോർമിപ്പാം. ഇനി നമുക്ക് പറയേണ്ട മെയിൻ ആയിട്ട് പറയേണ്ട ഒരു പ്ലെയർ എന്ന് പറയുന്നത് ഒമർ ബാ. സോ ദിസ് ഈസ് അവർ ഓൺലി ഫോറിൻ സെന്റർ ബാക്ക്, പ്രോപ്പർ സെന്റർ ബാക്ക്. സോ ഒമർ ബാന്റെ കേസിലോട്ട് വന്നാൽ ഒമർ ബാന്റെ മെയിൻ പൊസിഷൻ എന്ന് പറയുന്നത് സെന്റർ ബാക്ക് ആണ്. ബട്ട് സെന്റർ മിഡ്ഫീൽഡ് റൈറ്റ് ബാക്കിലും ഒരു പ്രൊഫഷ്യൻസി നമുക്ക് വേണമെങ്കിൽ പറയാം, അത് ലേറ്റർ ഡിസ്കസ് ചെയ്യാം. സോ ഒമർ ബായുടെ കരിയറിനെ പറ്റി പറയുകയാണെങ്കിൽ 2018-19 സീസൺ തൊട്ട് 24-25 സീസൺ വരെ സ്പെയിനിലെ കളിച്ചു വളർന്ന ഒരു പ്ലെയർ ആണ്. ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമുക്ക് നോട്ടീസ് ചെയ്യേണ്ടത് ഈ ഒരു ഡേറ്റ് ആണ്. അതായത് 2025 ഫെബ്രുവരി 1-ാം തീയതി ആണ് ഒമർ ബാ ഒഫീഷ്യലായിട്ട് ഒരു പ്രൊഫഷണൽ മാച്ച് കളിച്ചത്. അതിനുശേഷം വിത്തൗട്ട് ക്ലബിലുള്ള ഒരു പ്ലെയർ ആണ് ഒമർ ബാ. അതായത് എക്സാക്ട്ലി 1 ഇയർ കഴിഞ്ഞിട്ടാണ് 1 ഇയർ കഴിഞ്ഞിട്ടാണ് ഒമർ ബാ ഒരു പ്രൊഫഷണൽ മാച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാൻ പോകുന്നത്. സോ 1 ഇയർ ഒരു കരിയർ ബ്രേക്ക് വന്ന ഒരാളാണ്. വി ഡോണ്ട് നോ ദ റീസൺ, മേ ബി ബാഡ് പെർഫോമൻസ് ആയിരിക്കാം, എനിക്ക് അറിഞ്ഞൂടാ, അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണൽ റീസൺസ് ആയിരിക്കാം. സോ അറ്റ് ദ എൻഡ് 1 ഇയർ പ്രൊഫഷണൽ ഫുട്ബോളിൽ കളിക്കാത്ത ഒരാളാണ് ഒമർ ബാ എന്ന് പറയുന്നത്. ഈ ഒരു ഡേറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഫെബ്രുവരി 1, 2025-നും പിന്നെ ഈ വരുന്ന ISL-നും ഇടയ്ക്ക് ഒമർ ബാ പ്രൊഫഷണൽ ആയിട്ട് ഒരു മാച്ചും കളിച്ചിട്ടില്ല. സോ ദാറ്റ് ഈസ് ഒരു കൺസേണിങ് പോയിന്റ് ആയിട്ട് തന്നെയാണ് പറയാനുള്ളത്. പക്ഷേ ലെറ്റ്സ് സീ വാട്ട് വിൽ ഹാപ്പൻ. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ആൻഡ് സ്റ്റാറ്റിലോട്ട് നോക്കുകയാണെങ്കിൽ ഒഫീഷ്യലി റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റിൽ അപ്ഡേറ്റ് ആവാത്തതാണെന്ന് അറിഞ്ഞൂടാ, ബട്ട് 3 മാച്ച് ആണ് ഒഫീഷ്യലി റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദാറ്റ് 3 മാച്ചിൽ നിന്ന് 1 യെല്ലോ ആൻഡ് 1 റെഡ് കാർഡും കാണിക്കുന്നുണ്ട്. സോ ലെറ്റ്സ് സീ വാട്ട് വിൽ ഹാപ്പൻ. ആൻഡ് 31 ഇയേഴ്സ് ആണ് ഈ ഒരു ഒമർ ബായ്ക്കുള്ളത്. സോ ഞാൻ പറഞ്ഞ പോലെ സെൻറ്റർ ബാക്കാണ് പുള്ളിക്കാരൻ. ആൻഡ് അത് അത്രയേ ഉള്ളൂ പറയാനായിട്ട്. നോക്കാം, കാണാം എന്താ സംഭവിക്കാന്ന്. ഇനി പറയാനുള്ളത് സുമിത് ശർമ്മ. സോ സുമിത് ശർമ്മയുടെ കേസിലോട്ട് വരുമ്പോൾ സുമിത് ശർമ്മ ഒരു യങ് ടാലൻ്റ് ആണ്. 18 ഇയേഴ്സ് മാത്രം പ്രായമുള്ളൊരു പ്ലെയർ ആണ് സുമിത് ശർമ്മ എന്ന് പറയുന്നത്. ആൻഡ് മെയിൻ പൊസിഷൻ എന്ന് പറയുന്നത് സെൻറ്റർ ബാക്ക് തന്നെയാണ്. സോ ഈ ഒരു യങ് ടാലൻ്റ് ആയതുകൊണ്ട് തന്നെ ഒഫീഷ്യലി റെക്കോർഡ് ചെയ്തിട്ടുള്ളത് 24-25 സീസൺ തൊട്ടിട്ടുള്ള സ്റ്റാറ്റ് മാത്രമാണ്. സോ ഈ ഒരു വർഷം കേരള ബ്ലാസ്റ്റേഴ്സിലോട്ട് വന്നു. ആൻഡ് സ്റ്റാറ്റ് നമ്മൾ എടുത്ത് നോക്കിയാൽ 15 മാച്ച് കളിച്ചിട്ടുണ്ട്, ബട്ട് അതിൽ നിന്ന് 2 ഗോൾ അടിച്ചിട്ടുണ്ട്. സോ ദാറ്റ്സ് യുനോ അതൊരു ഗുഡ് പോയിന്റ് ആയിട്ടാണ് എനിക്ക് കൺസിഡർ ചെയ്യേണ്ടത്. 2 ഗോൾ അടിച്ചിട്ടുണ്ട്, ഒരു യെല്ലോ കാർഡ്, ദാറ്റ്സ് ഫൈൻ. ആൻഡ് ലെഫ്റ്റ് ബാക്ക് ആയിട്ടും ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് 1 മാച്ച്. പിന്നെ നാഷണൽ ടീമിലോട്ട് വരികയാണെങ്കിൽ അണ്ടർ 23ക്കും അണ്ടർ 20ക്കും വേണ്ടിയിട്ട് ടോട്ടൽ 5 മാച്ചസ് കളിച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് സുമിത് ശർമ്മ. നമ്മൾ വിങ് ബാക്സിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് നവോച്ച സിംഗ്, പിന്നെ ഐബാൻ ടോഹ്ലിംഗ്,
മുഹമ്മദ് ഷഹീഫ്, സന്ദീപ് സിംഗ്. സോ ഈ ഒരു 4 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. സോ ഈ 4 പേരും നമുക്ക് എന്താ പറയണ്ട ഒരു ന്യൂ ഫേസ് അല്ല. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി തന്നെ മുൻ സീസണുകളിൽ പന്ത് തട്ടിയിട്ടുള്ള ആൾക്കാരാണ്. സോ ഇതിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല ഭൂരിഭാഗം പേരും, ബട്ട് കാണാം, കണ്ടറിയാം. സോ അമേ റണവഡെ ആയിരുന്നു നമ്മുടെ റൈറ്റ് ബാക്ക്, ബട്ട് ഹി ലെഫ്റ്റ്. ഹി ലെഫ്റ്റ് ഇൻ ദ സെൻസ് അതൊരു ട്രൈ ഡീലാ തോന്നുന്നു. കാരണം കേരള ബ്ലാസ്റ്റേഴ്സും അമേയും തമ്മിൽ കോൺട്രാക്റ്റ് കട്ട് ചെയ്യുന്നു. ആൻഡ് അമേ മോഹൻ ബഗാനിൽ ജോയിൻ ചെയ്യുന്നു. ബട്ട് ഒരു ഹോപ്പിലാണ് ജോയിൻ ചെയ്യുന്നത്. അതായത് അമേയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലോട്ട് തിരിച്ചു വരണം. സോ ആ ഒരു ഓപ്പർച്യൂണിറ്റി കൂടി മോഹൻ ബഗാൻ കൊടുക്കുന്നുണ്ട്. അതായത് അമേയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലോട്ടാണ് തിരിച്ചു വരേണ്ടതെങ്കിൽ അമേയ്ക്ക് ഫ്രീ ആയിട്ട്, ഐ മീൻ ഈസി ആയിട്ട് കോൺട്രാക്റ്റ് കട്ട് ചെയ്ത് തിരിച്ചു വരാൻ പറ്റും. ബട്ട് ഇറ്റ് ഡിപ്പെൻസ്. ഇതൊരു ഹോപ്പിന് പുറത്തുള്ള കളിയാണ്. സോ കണ്ടറിയാം. ഇനി നവോച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ നവോച്ചനെ നമുക്ക് എടുത്തു പറയേണ്ട ആവശ്യമില്ല. കാരണം മുംബൈ സിറ്റിയിൽ നിന്ന് ലോൺ ആയിട്ട് വന്ന ഒരു പ്ലെയർ ആണ്. ബട്ട് ആ ഒരു ലോൺ പ്ലെയർ പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു മെയിൻ പ്ലേയിങ് 11 പ്ലെയർ ആയിട്ട് മാറി. സോ ദാറ്റ് ഈസ് എ വെരി ഗുഡ് പോയിന്റ്. കാരണം നല്ല നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് നവോച്ച സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിൽ കാഴ്ചവെച്ചത്. ആൻഡ് മെയിൻ പൊസിഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് ബാക്ക് ആണ്. നമ്മൾ ബ്ലാസ്റ്റേഴ്സിൽ മുന്നേ കണ്ടിട്ടുള്ളതും ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലോട്ടാണ്. ആൻഡ് കരിയർ ഹിസ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ട്രാവു ട്രാവു എഫ് സിന്ന് ഗോകുലത്തിലോട്ട് പോയി, പിന്നെ മുംബൈ, പിന്നെ ഈസ്റ്റ് ബംഗാൾ, പിന്നെയും മുംബൈ, പഞ്ചാബ്, മുംബൈ, അങ്ങനെ മാറി മാറി കളിക്കുകയാണ്. ഈ ഒരു 23-24 സീസണിലാണ് മുംബൈയിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിലോട്ട് ലോണിൽ വന്നത്. അത് കഴിഞ്ഞിട്ട് പെർമനന്റ് ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലെയർ ആയി മാറുകയാണ് ചെയ്തത് ഫ്രീ ട്രാൻസ്ഫറിൽ. സോ ഹീ ഈസ് എ ഗുഡ് പ്ലെയർ. എനിക്ക് ആ ഒരു നവോച്ച സിംഗിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. ആൻഡ് സ്റ്റാറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 113 മാച്ച് കളിച്ചിട്ടുണ്ട്. അതിൽ 2 ഗോളും 6 അസിസ്റ്റും, ടോട്ടൽ 8 ഗോൾ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ദാറ്റ്സ് എ ഗുഡ് പോയിന്റ്. 26 യെല്ലോ കാർഡ്, 3 റെഡ് കാർഡും കിട്ടിയിട്ടുണ്ട്. സോ ഇറ്റ് ഡസന്റ് മാറ്റർ, ഡിഫൻഡർ ആണല്ലോ. സോ ഇതാണ് നമുക്ക് നവോച്ചനെ പറ്റി പറയാനുള്ളത്. ഇനി നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഐബാൻ ഡോഹ്ലിംഗ്. സോ ഐബാൻ ഡോഹ്ലിംഗ് പ്രീവിയസ് FC ഗോവ പ്ലെയർ ആയിരുന്നു. ആൻഡ് വന്ന സീസണിൽ തന്നെ പരിക്ക് പറ്റി കേരള ബ്ലാസ്റ്റേഴ്സിന് കളിക്കാൻ പറ്റാതെ ഇരുന്നൊരു പ്ലെയർ ആയിരുന്നു. ആൻഡ് മെയിൻ പൊസിഷനിൽ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ബാക്ക് ആണ്. ആൻഡ് റൈറ്റ് ബാക്കും കളിക്കും. മെയിനായിട്ട് പറയാനുള്ളത് ഷില്ലോങ്ങിൽ നിന്ന് ഗോവയിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു 3 ക്ലബിലോട്ട് മാറി കളിക്കുകയാണ് ചെയ്തത്. ആൻഡ് സ്റ്റാറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓക്കെ, സ്റ്റാറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 102 മാച്ച് കളിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 3 ഗോളും 4 അസിസ്റ്റും കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ റിപ്പോർട്ട് ചെയ്ത പ്രകാരം 27 മാച്ച് കരിയറിൽ കളിച്ച ഈ ഒരു 102 മാച്ചിൽ 27 മാച്ച് സെന്റർ ബാക്ക് ആയിട്ട് കളിച്ചിട്ടുണ്ട്. അതേപോലെ 22 മാച്ച് ലെഫ്റ്റ് ബാക്ക് ആയിട്ടും കളിച്ചിട്ടുണ്ട്. ആൻഡ് 14 മാച്ച് റൈറ്റ് ബാക്ക് ആയിട്ടും കളിച്ചിട്ടുണ്ട്. സോ നമുക്ക് വേണമെങ്കിൽ വെർസറ്റൈൽ എന്ന് പറയാം ഈ ഒരു ഡിഫൻസിൽ. അതായത് വിങ് ബാക്ക് ആയിട്ടും സെന്റർ ബാക്ക് ആയിട്ട് സപ്പോർട്ട് ചെയ്യാനും അത്യാവശ്യ സിറ്റുവേഷനിൽ സെന്റർ ബാക്ക് ആയിട്ട് സപ്പോർട്ട് ചെയ്യാനും പറ്റുന്ന ഒരു പ്ലെയർ ആണ് ഐബാൻ ഡോഹ്ലിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മുഹമ്മദ് ഷഹീഫ്. സോ ഷഹീഫ് ഒരു മലയാളി പ്ലെയർ ആണ്. ആൻഡ് നിങ്ങൾ ഷഹീഫിന്റെ കളി എന്തായാലും കണ്ടിട്ടുണ്ടാവും. സൂപ്പർ കപ്പിലൊക്കെ മെയിനായിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ലെഫ്റ്റ് ബാക്കിൽ ഉണ്ടായിരുന്ന പ്ലെയർ ആയിരുന്നു ഷഹീഫ് എന്ന് പറയുന്നത്. സോ ഷഹീഫിന്റെ ഹിസ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ഷഹീഫും നമ്മൾ സച്ചിനെ പറഞ്ഞ പോലെ ഒരു കേരളത്തിൽ ചുറ്റിക്കറ്റിയുള്ള ഒരു കളിയായിരുന്നുണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിൽ നിന്ന് പിന്നെ ഗോകുലത്തിൽ നിന്ന് പിന്നെ തിരിച്ചു വരുന്നു, മെയിൻ ടീമിലോട്ട് വരുന്നു. സോ ബട്ട് ഒരു അപ്പ് ആൻഡ് ഡൗൺ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു ചില മാച്ചിൽ നല്ല രീതിയിൽ കളിക്കാനും പറ്റും, പക്ഷെ ചില മാച്ചിൽ കുറച്ച് മിസ്റ്റേക്സും വരുത്തിയിട്ടുണ്ട്. ബട്ട് ഒരു ഡെവലപ്പിംഗ് പ്ലെയർ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഹീ ഈസ് ഡൂയിങ് ഗുഡ്. ബട്ട് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റിന്റെ ആവശ്യമുണ്ട്. ആൻഡ് കരിയറിൽ ടോട്ടൽ 45 മാച്ച് കളിച്ചിട്ടുണ്ട്, ഒരു അസിസ്റ്റും ഉണ്ടായിട്ടുണ്ട്. സോ ആൻഡ് അണ്ടർ 23 ടീമിന് വേണ്ടിയിട്ട് 6 മാച്ചും കളിച്ചിട്ടുണ്ട്. സോ ദാറ്റ്സ് എ ഗുഡ് പോയിന്റ്. ഇനി നമുക്ക് പറയാനുള്ളത് മിഡ്ഫീൽഡിലോട്ടാണ്. സോ മിഡ്ഫീൽഡിൽ നമുക്ക് ഡിഫെൻസീവ് മിഡ്ഫീൽഡ്, സെൻട്രൽ മിഡ്ഫീൽഡ്, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, ഈ ഒരു 3 റോളിലും കൂടി ആയിട്ട്, 3 ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. കാരണം മിഡ്ഫീൽഡിൽ കളി പിടിച്ച ആ ഒരു കളിയുടെ മൊമെന്റം നമുക്ക് കിട്ടും. സോ മിഡ്ഫീൽഡേഴ്സ് എങ്ങനെ പെർഫോം ചെയ്യുന്നതിന് അനുസരിച്ച് ഇരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഓവറോൾ പെർഫോമൻസ്.
ഓക്കെ, സോ നമുക്ക് ഇവിടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഫ്രെഡി ഉണ്ട്, റൗളിൻ ബോർജസ് ഉണ്ട്, മത്തിയാസ് ഹെർണാണ്ടസ് ഉണ്ട്, പിന്നെ യൊഹെൻബ മീറ്റി ഉണ്ട്, എബിൻ ദാസ് ഉണ്ട്, സലാഹുദ്ദീൻ ഉണ്ട്, വിപിൻ മോഹനൻ ഉണ്ട്, ഡാനിഷ് ഫറൂഖ് ഉണ്ട്, ആൻഡ് മാർലോൺ റൂസ് ട്രുജിലോ എന്ന് പറഞ്ഞ ഒരു ഫോറിൻ പ്ലെയറും കൂടി ഉണ്ട്. സോ ഇവരെ ഓരോരുത്തരായിട്ട് നമ്മൾ എടുത്ത് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഫ്രെഡിനെ നോക്കാം. സോ ഫ്രെഡിയും ഒരു ന്യൂ ഫേസ് അല്ല, കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പല മാച്ചുകളും കളിച്ചിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ആൻഡ് മെയിൻ പൊസിഷൻ എന്ന് പറയുന്നത് ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ആണ്. ഇനി ഫ്രെഡിയുടെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ പഞ്ചാബ് എഫ് സി പ്ലെയർ ആയിരുന്നു, പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലോട്ട് വന്നു. ആൻഡ് നമ്മൾ സ്റ്റാറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 72 മാച്ചാണ് കരിയറിൽ കളിച്ചിട്ടുള്ളത്. അതിൽ 2 ഗോളും 1 അസിസ്റ്റും ഉണ്ട്. ബട്ട് ഈ ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്ത ഇത്രയും പ്ലേയേഴ്സിനൊന്നും ഈ ഒരു ഗോളും അതേപോലെ അസിസ്റ്റും അല്ല മെയിനായിട്ട് നോക്കേണ്ടത്. അവരെ ഇന്റർസെപ്ഷൻ, ഡിഫെൻസീവ് അവയർനെസ് ആൻഡ് ക്ലിയറിങ്, ടാക്ലിംഗ്, ആ ഒരു സ്പെസിഫിക് സെറ്റ് ഓഫ് സ്കിൽസിലാണ് ഇമ്പോർട്ടൻസ്. സോ ഇവരാണ് ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്, അതായത് ഒരു വോൾ എന്ന് പറയുന്നത്. സോ ഇവരെങ്ങനെ പെർഫോം ചെയ്യുന്നത് കണ്ടറിയാം. സോ ഫ്രെഡി അതേപോലെ 2 ഗോളും 1 അസിസ്റ്റും നേടിയിട്ടുണ്ട്. ആൻഡ് 30 മാച്ച് ഡിഫെൻസീവ് മിഡ്ഫീൽഡറായിട്ടും 11 മാച്ച് സെൻട്രൽ മിഡ്ഫീൽഡറായിട്ടും കളിച്ചിട്ടുണ്ട്. സോ ഹി ക്യാൻ മാനേജ് ബോത്ത്. നമുക്ക് റൗളിൻ ബോർജസ് ഉണ്ട്. സോ റൗളിൻ ബോർജസ് ഈ ഒരു സീസണിലെ ന്യൂ അഡീഷൻ ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ. ട്രോഫി ഒക്കെ കാണുമ്പോൾ കൊതിയാവുന്നു. യാ സോ റൗളിൻ ബോർജസിന്റെ മെയിൻ പൊസിഷൻ എന്ന് പറയുന്നത് ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ആണ്. ബട്ട് സെന്റർ മിഡ്ഫീൽഡറായിട്ടും റൗളിൻ ബോർജസിന് കളിക്കാൻ പറ്റും. ആൻഡ് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ഹിസ്റ്ററി മെയിൻ ആയിട്ട് നമുക്ക് പറയേണ്ടത് നോർത്ത് ഈസ്റ്റ് പ്ലെയർ ആയിരുന്നു. നോർത്ത് ഈസ്റ്റ് നിന്ന് ഈസ്റ്റ് ബംഗാൾ, പിന്നെ മുംബൈ സിറ്റി എഫ് സി, അവിടുന്ന് എഫ് സി ഗോവ, പിന്നെ അങ്ങനെ പല ലോണും അങ്ങനെയൊക്കെ ആയിട്ട് മുംബൈയിൽ എഫ് സിയിലൊക്കെ മാറിപ്പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സമയത്ത്, അതായത് 2025 ജൂണില് എഫ് സി ഗോവയായിട്ട് കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തു. ആൻഡ് റൈറ്റ് നൗ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലോട്ട് വന്നിരിക്കുകയാണ്. സോ ഇനി നമ്മൾ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 223 മാച്ചസ് കളിച്ചിട്ടുണ്ട് കരിയറിൽ. സോ ദാറ്റ്സ് എ ഗുഡ് എക്സ്പീരിയൻസ് ആണ്. സോ ഈ ഒരു റൗളിൻ ബോർജസ് എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ്ഡ് പ്ലെയർ ആണ്. ആൻഡ് ആ ഒരു 223 മാച്ചിൽ നിന്ന് 19 ഗോളും 8 അസിസ്റ്റും നേടിയിട്ടുണ്ട്. ആൻഡ് ഇന്ത്യയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ അണ്ടർ 23ക്ക് വേണ്ടിയിട്ട് 4 മാച്ചസും, അതേപോലെ ഇന്ത്യ സീനിയർ ടീമിന് വേണ്ടിയിട്ട് ടോട്ടൽ 36 മാച്ചും കളിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 2 ഗോളും നേടിയിട്ടുണ്ട്. സോ ദാറ്റ്സ് എ ഗുഡ് പ്ലെയർ ആണ്. കാരണം ക്ലബ് ലെവലിലാണെങ്കിൽ തന്നെ എക്സ്പീരിയൻസ് ഉണ്ട്, അതേപോലെ നാഷണൽ ലെവലിലാണെങ്കിൽ തന്നെ കളിച്ച ഒരു പരിചയമുണ്ട്. സോ ഹി ക്യാൻ ബി എ ഗുഡ് മെൻറ്റർ ടു ഈ ഒരു ജൂനിയേഴ്സിനായ, അതായത് എബിൻ ദാസിനെ പോലെയുള്ള പ്ലേയേഴ്സിനൊക്കെ ഒരു ഗുഡ് മെൻറ്റർ ആയിട്ടും റൗളിൻ ബോർജസിന് ക്ലബിൽ നിലനിൽക്കാൻ പറ്റും. നിലനിൽക്കാൻ ഇൻ ദ സെൻസ് അവര് ആൻഡ് നമുക്ക് അടുത്ത ഫോറിൻ പ്ലെയർ ആണ് മത്തിയാസ് ഹെർണാണ്ടസ്. സോ ഇത് ഇന്ത്യൻസിന് ഒരു ന്യൂ ഫേസ് ആണോ? അത് പറഞ്ഞാൽ ഇങ്ങനെ ആദ്യം വന്നത് ഗോകുലത്തിലോട്ടാണ്. അതും ലാസ്റ്റ് ഇയർ, അതായത് 2025 തന്നെ സെക്കൻഡ് ഹാഫിലാണ് വന്നത്. ആൻഡ് റൈറ്റ് നൗ 2026 ഫസ്റ്റ് ഹാഫിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലെയർ ആണ്. സോ മെയിൻ പൊസിഷൻ എന്ന് പറയുന്നതും ഇവിടെ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ആണ്, അതേപോലെ സെന്റർ മിഡ്ഫീൽഡറായിട്ടും സെന്റർ ബാക്കുമായിട്ടും ഒക്കെ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ്. ആൻഡ് ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗോകുലത്തിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിലോട്ട് വന്നു. അതായത് 2025 9 മാസത്തിലാണ് ഗോകുലത്തിലോട്ട് വന്നത്. ആൻഡ് 2027-26 1 മാസത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിലോട്ട് വന്നു. ആൻഡ് 2017-18 മുതൽ ഈ ഒരു 2024-25 വരെ സ്പെയിനിൽ കളിച്ചു വളർന്ന ഒരു പ്ലെയറാണ് മത്തിയാസ് ഹെർണാണ്ടസ് എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റാറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ടോട്ടല് റെക്കോർഡ് ചെയ്തത് 18 മാച്ചസ് ഉണ്ട്. ഒരു 18 മാച്ചസിൽ ഗോളും അസിസ്റ്റ് ഒന്നും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല. അതേപോലെ 8 യെല്ലോ കാർഡ്, ആൻഡ് നാഷണൽ ലെവലിൽ ഒന്നും റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല. ബട്ട് സെന്റർ ബാക്ക് ആയിട്ട് 6 മാച്ച് കളിച്ചതായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ സെന്റർ മിഡ്ഫീൽഡ് ആയിട്ട് 3 മാച്ച് കളിച്ചതായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ നമുക്ക് കണ്ടറിയാം മത്തിയാസ് ഹെർണാണ്ടസ് ഏത് പൊസിഷനിലായിരിക്കും കട്ടാള ഇടാൻ പോകുന്നതെന്ന്. ഇനി അടുത്ത പ്ലെയർ എന്ന് പറയുന്നത് യൊയ്ഹെൻബ മീറ്റയാണ്.
സോ യോയ്ഹെൻബ ഒരു ന്യൂ ഫേസ് അല്ല, കേരള ബ്ലാസ്റ്റേഴ്സിന് കുറച്ച് മാച്ചസ് ഒക്കെ കളിച്ചിട്ടുണ്ട്. സോ മെയിൻ പൊസിഷൻ എന്ന് പറയുന്നത് ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ആണ്. ആൻഡ് കരിയറിനെ പറ്റി പറയുകയാണെങ്കിൽ നെറോക്ക അണ്ടർ 16 ബ്ലാസ്റ്റേഴ്സിന്റെ സെക്കൻഡ് ടീമിലോട്ട് വരുന്നു. ആൻഡ് സെക്കൻഡ് ടീമിൽ നിന്ന് മെയിൻ ടീമിലോട്ട് പ്രൊമോട്ടായി. ആൻഡ് ആസ് പെർ ദ റിപ്പോർട്ട് ഹീസ് ഇൻജേർഡ്. എപ്പോഴാ തിരിച്ചു വരിക എന്ന് നോ ഐഡിയ. കണ്ടറിയാം. ഓക്കെ. സോ കരിയറിൽ ടോട്ടൽ 18 മാച്ച് കളിച്ചിട്ടുണ്ട്, ഒരു അസിസ്റ്റും ഉണ്ട്. നാഷണൽ ടീമിലോട്ട് വരികയാണെങ്കിൽ ഒരു മാച്ചും ഒഫീഷ്യലായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല. ആൻഡ് വി ഹാവ് എബിൻ ദാസ്. സോ എബിൻ ദാസ് എന്ന് പറയുന്നത് ഒരു യങ് ടാലൻ്റ് ആണ്. 20 years ഓൾഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ആൻഡ് എബിൻ ദാസും നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ ഉള്ളിൽ കളിച്ചു വളർന്നൊരു പ്ലെയർ ആണ്. ഗോകുലത്തിൻ്റെ യൂത്ത് ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിലായിരുന്നു. പിന്നെ മെയിൻ ടീമിലോട്ട് പ്രൊമോട്ട് ചെയ്തു. സ്റ്റാറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ടോട്ടൽ 22 മാച്ച് കളിച്ചിട്ടുണ്ട്. അതിൽ 1 ഗോളും 1 അസിസ്റ്റും വന്നിട്ടുണ്ട്. അതേപോലെ നാഷണൽ ലെവലിലോട്ട് പോകണമെങ്കിൽ യൂത്ത് ടീമിന് വേണ്ടിയിട്ട് അണ്ടർ 20, അണ്ടർ 19, അണ്ടർ 60ക്ക് വേണ്ടിയിട്ട് ബൂട്ട് കിട്ടിയിട്ടുണ്ട്. ആൻഡ് 4 മാച്ച് സെൻറ്റർ മിഡ്ഫീൽഡർ ആയിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. സോ ഹി വിൽ ബി പ്ലേയിങ് ആസ് സെൻറ്റർ മിഡ്ഫീൽഡർ. നൗ വി ഹാവ് ഓക്കെ, അടുത്തത് സലാഹുദ്ദീൻ ആണ്. സലാഹുദ്ദീൻ മോഹൻ ബഗാന്റെ ഒരു പ്ലെയർ ആയിരുന്നു. സോ എൻ്റെ ഓർമ്മയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒരു സ്റ്റാറ്റ് സലാഹുദ്ദീൻ ഉണ്ട്. മാൻ ഓഫ് ദ മാച്ച് ആണോ എന്ന് ഓർമ്മയില്ല. യാസ്, മാൻ ഓഫ് ദ മാച്ച് എന്ന് പറഞ്ഞൊരു സ്റ്റാറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ സലാഹുദ്ദീൻ ഉണ്ട്. സോ സലാഹുദ്ദീൻ എന്ന് പറയുന്നത് മോഹൻ ബഗാൻ റിസർവ് ടീമിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിലോട്ട് വന്നതാണ്. ആൻഡ് സ്റ്റാറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ കരിയറിൽ ടോട്ടൽ 13 മാച്ച് കളിച്ചിട്ടുണ്ട്. 13 മാച്ചിൽ നിന്ന് 5 ഗോൾ ഒരു അസിസ്റ്റും ഉണ്ട്. സോ ദാറ്റ്സ് ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ ഇതൊരു ഗുഡ് സ്റ്റാറ്റ് ആണ്. ആൻഡ് നാഷണൽ ടീമിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സലാഹുദ്ദീൻ. നൗ അടുത്തത് വിപിൻ മോഹനനാണ്. സോ വിപിൻ മോഹനൻ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. സെൻട്രൽ മിഡ്ഫീൽഡർ ആണ്, ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടും കളിക്കാൻ പറ്റും. സോ വിപിൻ മോഹൻ എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യൂത്ത് ടീം, റിസർവ് ടീം, അതേപോലെ ഇന്ത്യൻ ആരോസിനൊക്കെ കളിച്ചിട്ടുള്ള പ്ലെയർ ആണ്. ആൻഡ് നമ്മൾ സ്റ്റാറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ കരിയറിൽ ടോട്ടൽ 89 മാച്ച് കളിച്ചിട്ടുണ്ട്. അതിൽ 2 ഗോളും 7 അസിസ്റ്റും വന്നിട്ടുണ്ട്. അതേപോലെ നാഷണൽ ടീമിലോട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ ടീമിന് വേണ്ടിയിട്ട് ഒരു മാച്ചും, അതേപോലെ അണ്ടർ 23ക്കും അണ്ടർ 20ക്കും വേണ്ടിയിട്ട് കളിച്ചിട്ടുള്ള പ്ലെയർ ആണ് വിപിൻ മോഹൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ലാസ്റ്റ് 3 സീസണിൽ ISL കണ്ടവർക്കൊക്കെ വിപിനെ ഓഫ് കോഴ്സ് ഡെഫിനറ്റ്ലി അറിയും. സോ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഡാനിഷ് ഫറൂഖ്. സോ ഡാനിഷ് ഫറൂഖും നമുക്കൊരു ന്യൂ ഫേസ് അല്ല. ഈ ഒരു ലാസ്റ്റ് 3 years മാച്ച് കണ്ടവർക്കൊക്കെ 100% അറിയുന്ന ഒരു പ്ലെയർ ആണ് ഡാനിഷ് ഫറൂഖ്. സോ മെയിൻ മിഡ്ഫീൽഡർ ആയിട്ടാണ് ഡാനിഷ് ഫറൂഖ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുന്നത്. ആൻഡ് കരിയർ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബംഗളൂരു FCന് വേണ്ടി കളിച്ചിട്ടുണ്ട്, റിയൽ കാശ്മീരിന് വേണ്ടി കളിച്ചിട്ടുണ്ട്, അതേപോലെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ട്. 2022-23 സീസണിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിലോട്ട് വന്നത്. ആൻഡ് സ്റ്റാറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കരിയറിൽ ടോട്ടൽ 168 മാച്ചസ് കളിച്ചിട്ടുണ്ട്. ആ 168 മാച്ചിൽ നിന്ന് 20 ഗോൾസും 13 അസിസ്റ്റും ഉണ്ട്. നോട്ട് ബാഡ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്റ്റാറ്റ് ആണത്. അതിൽ കരിയറിൽ കളിച്ചിട്ടുള്ള മാച്ചസിലും 46 മാച്ചും സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ടാണ് കളിച്ചിട്ടുള്ളത്. അതിൽ 12 മാച്ച് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടും കളിച്ചിട്ടുണ്ട്. സോ നാഷണൽ ടീമിലോട്ട് വന്നാൽ ഇന്ത്യൻ നാഷണൽ ടീം സീനിയേഴ്സ് ടീമിന് വേണ്ടിയിട്ട് 5 വട്ടം ബൂട്ട് കിട്ടിയിട്ടുള്ള ആളാണ് ഡാനിഷ് ഫറൂഖ് എന്ന് പറയുന്നത്. നൗ വി ഹാവ് മാർലോൺ റൂസ് ട്രുജിലോ. സോ ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത ഫോറിൻ പ്ലെയർ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ എന്ന് പറയുന്ന ഒരു ജർമ്മൻ സിറ്റിസൺ ആണ്. ആൻഡ് മെയിൻ പൊസിഷൻ എന്ന് പറയുന്നത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണ്. ഈ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മെയിൻലി ഫ്രാങ്ക്ഫേർട്ടിന്റെ യൂത്ത് ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. അതേപോലെ ബാക്കി കരിയർ മൊത്തം ഓൾമോസ്റ്റ് ജർമ്മനിയിലെ ഡിവിഷൻ ടീംസിന് വേണ്ടിയിട്ടാണ് കളിച്ചിട്ടുള്ളത്. ആൻഡ്
എട്ടാമത്തെ മാസം 2025 എട്ടാമത്തെ മാസം ഈ ഒരു ക്ലബ്ബുമായിട്ട് കോൺട്രാക്ട് വിട്ടു ആൻഡ് നൗ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലെയർ ആണ്. സ്റ്റാറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ 130 മാച്ചസ് കളിച്ചിട്ടുണ്ട്. 130 മാച്ചിൽ നിന്ന് 20 ഗോൾസും 27 അസിസ്റ്റും ഉണ്ട്. സോ ടോട്ടൽ 47 ഗോൾ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അതൊരു ഗുഡ് സ്റ്റാറ്റ് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. കാരണം ISL പോലുള്ള ഒരു ലീഗിൽ ഇങ്ങനെയുള്ള ഒരു സ്റ്റാറ്റുള്ള പ്ലെയർ വന്നാലും ഒരു എബോ ആവറേജ് ലെവലിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ഒരു ഔട്ട് ഓഫ് 130ൽ 20 മാച്ചസ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് കളിച്ചിട്ടുണ്ട്. അതേപോലെ 14 മാച്ച് റൈറ്റ് വിങ്ങർ ആയിട്ട് കളിച്ചിട്ടുണ്ട്. 10 മാച്ച് സെന്റർ ഫോർവേഡ് ആയിട്ടും കളിച്ചിട്ടുണ്ട്. ആൻഡ് നാഷണൽ ടീമിലോട്ട് വരികയാണെങ്കിൽ അണ്ടർ 17, അണ്ടർ 18, അണ്ടർ 16 ടീമിന് വേണ്ടിയിട്ട് ബൂട്ട് കിട്ടിയിട്ടുള്ള ആളാണ്. അതായത് ജർമ്മൻ അണ്ടർ 17, അണ്ടർ 16 വേണ്ടിയിട്ട് ബൂട്ട് കിട്ടിയിട്ടുള്ള ആളാണ് മാർലോൺ റൂസ് ട്രുജില്ലോ എന്ന് പറയുന്നത്. നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പ്ലെയർ എന്ന് പറയുന്നത് ഇനി വിങ്ങേഴ്സ് ആണ്. അതിൽ നമുക്ക് കെവിൻ യോക്ക് ഉണ്ട്, അമാവിയ ഉണ്ട്, നിഹാൽ ഉണ്ട് ആൻഡ് വി ക്യാൻ കൺസിഡർ കോറു ആസ് ദാറ്റ് കാറ്റഗറി. സോ കെവിൻ യോക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ കെവിൻ യോക്ക് എന്ന് പറയുന്നത് ഒരു ഫ്രാൻസ് സിറ്റിസൺഷിപ്പ് ഉള്ള ഒരു പ്ലെയർ ആണ്. ആൻഡ് മെയിൻ പൊസിഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് വിങ്ങർ ആണ്. ആൻഡ് റൈറ്റ് വിങ്ങർ ഓൾസോ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും. നമ്മൾ കരിയറിലോട്ട് വന്നു കഴിഞ്ഞാൽ പാരീസിന്റെ അതായത് PSG ബി ടീമിന് വേണ്ടിയിട്ട് കളിച്ചിട്ടുള്ള ഒരു പ്ലെയർ ആണ് ഈ ഒരു കെവിൻ യോക്ക് എന്ന് പറയുന്നത്. ആൻഡ് 2025-26 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിലോട്ട് വന്നു ഫ്രീ ട്രാൻസ്ഫർ ആയിട്ട്. സോ കറന്റ്ലി കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയർ ആണ്. അതായത് കറന്റ്ലി ഒരു പ്ലേയിങ് ഉള്ള ഒരു പ്ലെയർ ആയിട്ട് കെവിൻ യോക്കിനെ കാണാവുന്നതാണ്. ആൻഡ് കാരണം ബാക്കിയുള്ള പ്ലേയേഴ്സ് അതിപ്പോൾ ഇന്ത്യൻ പ്ലേയേഴ്സ് ആണെങ്കിൽ അവർ ലാസ്റ്റ് കളിച്ചത് സൂപ്പർ കപ്പിനായിരിക്കാം. ആൻഡ് 2-3 ഫോറിൻ പ്ലേയേഴ്സ് ഇതേപോലെ 3 months to 1 year കരിയർ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ബട്ട് കെവിൻ യോക്ക് എന്ന് പറയുന്നത് കറന്റ്ലി പ്ലേയിങ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. സോ ദാറ്റ്സ് എ ഗുഡ് പോയിന്റ് ഫോർ us. ടോട്ടൽ ഒരു 84 മാച്ച് കരിയറിൽ ടോട്ടൽ 84 മാച്ച് കളിച്ചിട്ടുണ്ട്. അതിൽ 7 ഗോളും 13 അസിസ്റ്റും ഉണ്ടായിട്ടുണ്ട്. അതൊരു ഗുഡ് പോയിന്റ് ആയിട്ടാണ് കാണാവുന്നത്. ആൻഡ് 23 മാച്ച് ലെഫ്റ്റ് വിങ്ങർ ആയിട്ടും 15 മാച്ച് റൈറ്റ് വിങ്ങർ ആയിട്ടും കളിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് കെവിൻ യോക്ക് എന്ന് പറയുന്നത്. സോ അത്രയേ ഉള്ളൂ. ആൻഡ് നമുക്ക് അമാവിയ ഉണ്ട്. അമാവിയും ഇതേപോലെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഫസ്റ്റ് വന്നപ്പോൾ തന്നെ ഇഞ്ചറി പറ്റിയൊരു പ്ലെയർ ആയിരുന്നു അമാവിയ. സോ നമ്മളിപ്പോഴും ഒരു ഫുൾ പൊട്ടൻഷ്യലിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അമാവിയയുടെ മെയിൻ പൊസിഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് വിങ്ങർ ആണ്. ആൻഡ് റൈറ്റ് വിങ്ങർ ആയിട്ടും കളിക്കാൻ പറ്റും. സോ ഐസ്വാൾ FC എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിലോട്ട് അമാവിയ വന്നിട്ടുള്ളത് 2024-25 സീസണിൽ. ആൻഡ് നമ്മൾ സ്റ്റാറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ 54 മാച്ചസ് ആണ് കരിയറിൽ കളിച്ചിട്ടുള്ളത്. അതിൽ 5 ഗോളും 8 അസിസ്റ്റും ഉണ്ടായിട്ടുണ്ട്. ആൻഡ് നാഷണൽ ടീമിന് വേണ്ടിയിട്ട് അപ്പിയറൻസസ് ഒന്നുമില്ല. ആൻഡ് സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ട് 12 മാച്ച് കളിച്ചിട്ടുണ്ട്. ലെഫ്റ്റ് വിങ്ങർ ആയിട്ട് 11 മാച്ച് കളിച്ചിട്ടുണ്ട്. അതേപോലെ റൈറ്റ് വിങ്ങർ ആയിട്ട് 7 മാച്ച് കളിച്ചിട്ടുണ്ട്. സോ ഹി ക്യാൻ ഒരു 3 പൊസിഷനിലും അമാവിക്ക് കംഫർട്ടബിൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്കുള്ള നിഹാലാണ്. സോ നിഹാൽ കഴിഞ്ഞ സീസണിൽ ലോണിൽ പോയ പ്ലെയർ ആണ്. ആൻഡ് നല്ലൊരു ഗുഡ് പെർഫോമൻസ് ആണ് നിഹാൽ അവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. സോ നിഹാലിന്റെ മെയിൻ പൊസിഷൻ എന്ന് പറയുന്നത് റൈറ്റ് വിങ്ങർ ആണ്. ലെഫ്റ്റ് വിങ്ങർ ആയിട്ടും കളിക്കാൻ പറ്റും. സോ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിൽ നിന്ന് മെയിൻ ടീമിലോട്ട് പ്രൊമോട്ടായി. അതേപോലെ മെയിൻ ടീമിൽ നിന്ന് പഞ്ചാബിലോട്ട് ലോണിന് പോയി. ആൻഡ് തിരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പോൾ ജോയിൻ ചെയ്ത പ്ലെയർ ആണ് നിഹാൽ എന്ന് പറയുന്നത്. സോ നിഹാലിന്റെ സ്റ്റാറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിഹാൽ കരിയറിൽ ടോട്ടൽ 64 മാച്ച് കളിച്ചിട്ടുണ്ട്. അതിൽ 7 ഗോളും 5 അസിസ്റ്റും ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ലെഫ്റ്റ് വിങ്ങർ ആയിട്ട് 7 മാച്ച്, സെന്റർ ബാക്ക് ആയിട്ടും 7 മാച്ചസ് കാണിക്കുന്നുണ്ട്. ബട്ട് മോസ്റ്റ് പ്രോബബിലി അറ്റാക്കിംഗ് തേർഡിലായിരിക്കും നിഹാൽ സുതീഷ് ഉണ്ടാവുക. കാരണം ഒരു സ്പീഡും പേസും വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വിങ്ങിലൂടെ ഓടിയെടുക്കാനുള്ള ഒരു സ്കില്ല് നിഹാലിനുണ്ട്. നിഹാൽ ആൻഡ് രാഹുൽ സെയിം ടൈപ്പ് ഓഫ് പ്ലേയേഴ്സ് ആണ്. നെക്സ്റ്റ് വൺ ഓഫ് ദ ഫാൻ ഫേവറേറ്റ് ആണ് കോറു സിംഗ് എന്ന് പറയുന്നത്. സോ കോറു സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെക്കൻഡ് സ്ട്രൈക്കർ ആയിട്ടാണ് മെയിൻ പൊസിഷൻ കളിക്കുന്നത്. അതേപോലെ വിങ്ങർ ആയിട്ടും കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് കോറു സിംഗ്. ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെക്കൻഡ് ടീമിൽ നിന്ന്
ആണ് കോറു സിംഗ് മെയിൻ ടീമിലോട്ട് വന്നിട്ടുള്ളത്. ആൻഡ് ഒരു ആ ഒരു ഏജ് വെച്ചിട്ട് ഒരു അമേസിങ് മാച്ചാണ്, അമേസിങ് ആയിട്ടുള്ളൊരു പ്ലേയിങ് സ്റ്റൈലാണ് കോറു സിംഗ് മെയിൻ ടീമിന് വേണ്ടിയിട്ട് കളിച്ചിട്ടുള്ളത്. ടോട്ടൽ 28 മാച്ച് കളിച്ചിട്ടുണ്ട്, അതിൽ 5 ഗോളും 4 അസിസ്റ്റും നേടിയിട്ടുണ്ട്. റൈറ്റ് മിഡ്ഫീൽഡ് റൈറ്റ് 13 മാച്ച് കളിച്ചിട്ടുണ്ട്. സോ മോസ്റ്റ് പ്രോബബിലി അവിടെ തന്നെ ആയിരിക്കാം കോറു കംഫർട്ടബിൾ ആയിട്ടുള്ളത്. ആൻഡ് നാഷണൽ ടീമിലോട്ട് വരികയാണെങ്കിൽ Under-23, Under-20 ആൻഡ് Under-17 ടീംസിന് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ട്. അതേപോലെ Under-17 6 മാച്ചസിന് 5 ഗോളും നേടിയിട്ടുണ്ട്. സോ ദാറ്റ്സ് എ ഗുഡ് സ്റ്റാറ്റ്. നാഷണൽ ലെവൽ നോക്കുവാണെങ്കിലും ക്ലബ് ലെവൽ നോക്കുവാണെങ്കിലും ഗുഡ് സ്റ്റാറ്റ് ആണ് കോറു ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത ഫോറിൻ പ്ലെയർ ആണ് വിക്ടർ ബർത്തോമ്യു എന്ന് പറയുന്നത്. സോ വിക്ടർ ബർത്തോമ്യു എന്ന് പറയുന്നത് ഒരു സ്പാനിഷ് പ്ലെയർ ആണ്. ആൻഡ് മെയിൻ പൊസിഷൻ എന്ന് പറയുന്നത് സെന്റർ ഫോർവേഡ് ആണ്. ആൻഡ് നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു വിക്ടർ ബർത്തോമ്യു കരിയറിൽ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്പെയിനിൽ തന്നെയാണ്. ആൻഡ് 2025 10ാമത്തെ മാസം ഈ ഒരു ക്ലബ്ബായിട്ട് കോൺട്രാക്ട് വിട്ടു. ആൻഡ് റൈറ്റ് നൗ നമ്മളെ പ്ലെയർ ആണ്. ആൻഡ് സ്റ്റാറ്റിലോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വിക്ടർ ബർത്തോമ്യു ടോട്ടൽ 103 മാച്ച് കളിച്ചിട്ടുണ്ട്. ആ 103 മാച്ചിൽ നിന്ന് 38 ഗോളും 5 അസിസ്റ്റും നേടിയിട്ടുണ്ട്. നോട്ട് ബാഡ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്റ്റാറ്റ് തന്നെയാണ്. ആൻഡ് 64 മാച്ച് സെന്റർ ഫോർവേഡ് ആയിട്ട് കളിച്ചിട്ടുണ്ട്. സോ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൽ സെന്റർ ഫോർവേഡ് ആയിട്ട് തന്നെയായിരിക്കും വിക്ടർ ബർത്തോമി ഉണ്ടാവുക. മോസ്റ്റ് പ്രോബബിളി രണ്ട് ടു സെന്റർ ഫോർവേഡ് എന്നുള്ള രീതിയിലോട്ടും ആവാം. കാരണം മുഹമ്മദ് അജിസാൽ നല്ലൊരു ഇന്ത്യൻ പ്ലെയർ ആയിട്ടാണ് ഇപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് നമുക്കുള്ളത് ശ്രീകുട്ടൻ MS ആണ്. ശ്രീകുട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു യങ് ടാലന്റ് ആണ്. ആൻഡ് മെയിൻ പൊസിഷൻ എന്ന് പറയുന്നത് സെന്റർ ഫോർവേഡ് ആണ്. സോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തന്നെ റിസർവ് ടീം പ്ലെയർ ആയിരുന്നു ശ്രീകുട്ടൻ എന്ന് പറയുന്നത്. ആൻഡ് ഇപ്പോൾ മെയിൻ ടീമിലോട്ട് പ്രൊമോട്ട് ചെയ്യപ്പെട്ടു. ശ്രീകുട്ടൻ കരിയറിൽ 15 മാച്ച് കളിച്ചിട്ടുണ്ട് ഒഫീഷ്യലായിട്ട്. ആൻഡ് 2 ഗോളും നേടിയിട്ടുണ്ട്. നാഷണൽ ടീമിലോട്ട് നോക്കുകയാണെങ്കിൽ Under-23 വേണ്ടിയിട്ട് കളിച്ചിട്ടുള്ള ഒരു പ്ലെയർ ആണ് ശ്രീകുട്ടൻ. ആൻഡ് നമുക്ക് സെന്റർ ഫോർവേഡിൽ നമ്മുടെ ഇന്ത്യൻ സെന്റർ ഫോർവേഡിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അജിസാൽ തന്നെയാണ്. കാരണം കഴിഞ്ഞ സീസണിൽ SLK കണ്ടവർക്കൊക്കെ ഉറപ്പായിട്ടും പറയാൻ പറ്റും. കാരണം അജിസാൽ എന്ന് പറയുന്നത് ഒരു അസറ്റ് ആയിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ. സോ മെയിൻ പൊസിഷൻ എന്ന് പറയുന്നത് സെന്റർ ഫോർവേഡ് ആണ്. ആൻഡ് കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ കേരളത്തിന്റെ ഉള്ളിൽ തന്നെ കളിച്ചു വളർന്ന ഒരു പ്ലെയർ ആണ് മുഹമ്മദ് അജിസാൽ എന്ന് പറയുന്നത്. ആൻഡ് 2023-24 സീസണിൽ ഇന്റർ കാശിക്ക് ലോണിന് പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഗോകുലത്തിന് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ട്, കേരള ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീം ആൻഡ് കാലിക്കറ്റ് FCയുടെ മെയിൻ ടീമിലുണ്ടായിരുന്നു. സോ ഈ ഒരു സീസണാണ് മുഹമ്മദ് അജിസാലിന്റെ കരിയറിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സീസൺ എന്ന് പറയുന്നത്. കാരണം ആ ഒരു ടൂർണമെന്റിൽ ഓവറോൾ കാഴ്ചവെച്ച ഒരു മാച്ച് മൊമെന്റ് എന്ന് പറയുന്നത് അത്രയും സൂപ്പർ ആയിരുന്നു. സോ ഈ ഒരു സീസണിൽ എന്തായാലും നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് അജിസാൽ കളിക്കുന്നത് എന്തായാലും കാണാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് പെർഫോമൻസ് പുറത്തെടുക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ കരിയറിനെ പറ്റി പറയുകയാണെങ്കിൽ ടോട്ടൽ 34 മാച്ച് കളിച്ചിട്ടുണ്ട്, 18 ഗോളും 1 അസിസ്റ്റും ഉണ്ടായിട്ടുണ്ട്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് സൂപ്പർ ലീഗ് കേരളയാണ്. കാലിക്കറ്റ് FCക്ക് വേണ്ടിയിട്ട് 10 മാച്ചിൽ നിന്ന് 7 ഗോളും 1 അസിസ്റ്റും നേടിയിട്ടുണ്ട്. സോ അതെന്ന് പറയുന്ന ഒരു വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ് തന്നെയാണ്. സോ നാഷണൽ ടീമിന് വേണ്ടിയിട്ട് കളിച്ചിട്ടൊന്നുമില്ല, ബട്ട് ഹി വിൽ ബി സെലക്റ്റഡ് ആസ് നാഷണൽ ടീം പ്ലെയർ. എന്തായാലും അത്രയും സ്കില്ലുള്ള ഒരു പ്ലെയർ തന്നെയാണ്. സോ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിലെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡ് എന്ന് പറയുന്നത്. ഒരു ഓക്കേഷ് എന്ന് പറയാം. ഗോൾ കീപ്പർ ഞാൻ ആവറേജ് ആയിട്ട് റേറ്റ് ചെയ്യത്തുള്ളൂ. ആൻഡ് ഡിഫൻസ് ഞാൻ ജസ്റ്റ് എബോവ് ആവറേജ് റേറ്റ് ചെയ്യും. കാരണം ബികാഷിലും എനിക്ക് പ്രതീക്ഷയുണ്ട്. ആൻഡ് ഒമർബ ഐ ഡോണ്ട് നോ എങ്ങനെ പെർഫോം ചെയ്യുന്നത് എനിക്ക് 0 ഐഡിയ ആണ്. സോ ജസ്റ്റ് എബോവ് ആവറേജ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് വിങ് ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ബിലോ ആവറേജ് ആയിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ. നവോച്ച മാത്രമായി ഞാൻ പ്രൂവൺ ടാലൻ്റ് ആയിട്ട് പറയത്തുള്ളൂ. കാരണം നവോച്ച ഒരു നല്ല രീതിയിലുള്ള മാച്ചസ് ഒക്കെ കളിച്ചിട്ടുള്ളത്. ബട്ട് ഐബാനാണെങ്കിൽ കുറേ ഇഞ്ചുറീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫുൾ പൊട്ടൻഷ്യൽ ഇതുവരെ പുറത്തെടുക്കാൻ പറ്റിയിട്ടില്ല ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട്. ഷഹീഫ് ആണെങ്കിലും കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ട്, ബട്ട് ഫുൾ പൊട്ടൻഷ്യൽ പുറത്തെടുക്കാൻ പറ്റിയിട്ടില്ല. സന്ദീപിനെ പറ്റി ഞാൻ പറയുന്നില്ല. മിഡ്ഫീൽഡിലോട്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഒരു എബോ ആവറേജ് എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുള്ളൂ. ആൻഡ് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് അല്ല.
പക്ഷേ കണ്ടറിയാന്നുള്ള രീതിയിലാണ്. ആൻഡ് അറ്റാക്കിങ്ങിലോട്ട് പോവുകയാണെങ്കിൽ വിങ് ആയാലും നമ്മുടെ സെന്റർ ഫോർവേഡിലോട്ട് പോയി കഴിഞ്ഞാലും ഞാൻ യാ ഇറ്റ്സ് ക്ലിയർലി അബവ് ആവറേജ്. കാരണം നമുക്ക് കോറും ഉണ്ട്. കോറു ഒരു ഗുഡ് പ്ലെയർ ആണ്. ആൻഡ് നമുക്ക് നിഹാൽ ഉണ്ട്, സ്പീഡി പ്ലെയർ ആണ്. അമാവിയ ഉണ്ട്, സ്കിൽഫുൾ പ്ലെയർ ആണ്. അജ്സാൽ ഉണ്ട്, എസ് എൽ കെയിലെ തന്നെ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു. സോ ആ ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. ഫോറിൻ പ്ലെയേഴ്സിൽ എനിക്ക് ഇപ്പോഴും ഒന്നും പറയാനില്ല എക്സെപ്റ്റ് കെവിൻയോക്ക് ഒരു നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ബട്ട് ബാക്കിയുള്ള പ്ലേയേഴ്സിനെ നമുക്ക് കണ്ടറിയാം, എല്ലാവരും ലോ മാർക്കറ്റ് വാല്യൂ പ്ലേയേഴ്സ് ആണ്. ബട്ട് 80K മോഹൻ ബഗാൻ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ടീമും എന്ന് പറയുന്നത് ഒരേപോലെ തന്നെയുള്ള ഒരു ടീമുള്ള, ബാക്കി എല്ലാ ടീം എന്ന് പറയുന്ന ഒരേപോലെയുള്ള ഒരു ടീം തന്നെ. മോഹൻ ബഗാൻ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ടീമും എന്ന് പറയുന്നത് കുറെ ഇഷ്യൂസ് നേരിടുന്ന ഒരു ടീം തന്നെയാണ്. സോ ഇറ്റ് ഡിപ്പെൻസ്. സോ ഇതാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ്. ഇനി കണ്ടറിയാം എന്ത് സംഭവിക്കുന്നു. ബൈ.